നമസ്കാരം. വിലയറിയാത്തവരുടെ മുൻപിൽ നിന്ന് സ്വന്തം വില കളയരുത്. അതിന്റെ പേരും സെൽഫ് റെസ്പെക്ട് എന്ന് തന്നെയാണ്. ഒരിക്കൽ പഠിച്ചുകൊണ്ടിരുന്ന മകനോട് അച്ഛൻ ചെന്ന് പറഞ്ഞു, മോനെ, നീ പഠിച്ച് നല്ല റാങ്ക് വാങ്ങിച്ചു കഴിയുമ്പോൾ അച്ഛൻ നിനക്കൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ടെന്ന്. അവന്റെ സ്വപ്നമായിരുന്നു അച്ഛൻ തരുന്ന ആ നല്ല സമ്മാനം. അവൻ എപ്പോഴും അവന്റെ കൂട്ടുകാരോട് പറയുമായിരുന്നു, എന്റെ അച്ഛൻ എനിക്കൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്, അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ നന്നായി പഠിക്കും എന്ന്. അങ്ങനെ പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നന്ന് അച്ഛൻ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, വാ, അച്ഛൻ മോനൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ടെന്ന്. അച്ഛൻ അവനെയും കൊണ്ട് അടച്ചിട്ടിരിക്കുന്ന ഒരു പഴയ കാർ ഷെഡിലേക്ക് പോയി. ആ ഷെഡിന്റെ ഷട്ടർ തുറന്ന് പൊടി പിടിച്ച് കിടക്കുന്ന ആ കാർ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, എന്റെ അച്ഛൻ എനിക്ക് തന്ന കാറാണ്, ഇത് ഞാൻ നിനക്ക് തരുന്നു, ഇതാണ് എന്റെ സമ്മാനം. മകന് ഒട്ടും ഇഷ്ടമായില്ല. ദേഷ്യം മാത്രമല്ല, വല്ലാതെ സങ്കടം വരികയും ചെയ്തു. ഒന്നും മിണ്ടാതെ, എന്നാൽ മനസ്സിൽ നിറയെ ദേഷ്യവുമായി അടുക്കളയിൽ വന്നിരുന്നുകൊണ്ട് അമ്മയോട് അവൻ വല്ലാതെ പരിഭവിച്ചു പറഞ്ഞു, ഇതാണോ അച്ഛൻ ഇത്ര വലിയ സമ്മാനം തരുമെന്ന് പറഞ്ഞത്? ഇതൊരുമാതിരി നമ്മളെ കളിയാക്കുന്നത് പോലെ ആയല്ലോ എന്നൊക്കെയുള്ള വിമർശനത്തോടുകൂടി അവൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. അമ്മ ഒന്നും മിണ്ടാതെ നിന്ന് കേൾക്കുകയാണ്. ഈ സംസാരം കേട്ടുകൊണ്ട് വന്ന അച്ഛൻ അവന്റെ അടുക്കലേക്ക് ഒരു സ്റ്റൂൾ ഇട്ട് ഇരുന്നിട്ട് പറഞ്ഞു, മോനെ, ശരിയാണ്, ഇതൊരു പഴയ കാറാണ്. നാളെ രാവിലെ അച്ഛൻ പറയുന്ന 3 സ്ഥലത്ത് നീ പോണം. ആദ്യം തന്നെ അച്ഛൻ പറഞ്ഞു, നീ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇത് സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കുന്ന ഒരു കടയിൽ പോണം. 2, ഇരുമ്പ് സാധനം തൂക്കി വിൽക്കുന്ന കടയിൽ പോണം. 3, പഴയ കാറുകളെയൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ നമ്പർ തരാം, അയാളുടെ അടുക്കൽ പോണം. പിറ്റേ ദിവസം രാവിലെ അച്ഛന്റെ അമ്മയുടെ നിർബന്ധത്തിന് ഇവൻ പോകാനായിട്ട് ഒരുങ്ങി. ആദ്യം തന്നെ പഴയ കാർ വിൽക്കുന്ന കടയിൽ ചെന്ന് ഈ കാറിന് വില ചോദിച്ചു. വില ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് പഴയ കാറാണ്, ഇത് പഴയ മോഡലാണ്, 50,000 രൂപ, അതിൽ കൂടുതലൊന്നും ഇതിന് തരാൻ പറ്റില്ല. അവനത് കേട്ട് അടുത്ത ഇരുമ്പ് തൂക്കി വിൽക്കുന്ന കടയിൽ ചെന്നു. ഇരുമ്പ് തൂക്കി വിൽക്കുന്ന കടയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് മൊത്തത്തിൽ തൂക്കിയാൽ ഒരു 10,000 രൂപ, അതിനപ്പുറം ഒന്നും ഇതിന് വിലയില്ല. അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് അവൻ കാറിനെയൊക്കെ ഒരുപാട് പഴയ വണ്ടികളെ സ്നേഹിക്കുന്ന ഒരാളുടെ നമ്പറിൽ വിളിച്ച് അയാളെ ചെന്ന് കണ്ടു. പെട്ടെന്ന് തന്നെ ആരാധനയോടെ അയാൾ ഓടി വന്ന് ഈ കാറിന്റെ പിക്ചറുകളെല്ലാം വ്യത്യസ്ത ആംഗിളിൽ എടുത്തു ഒരു ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്ത് ഇവന്റെ നമ്പറും താഴെ പേസ്റ്റ് ചെയ്തു. പിന്നീട് അവന് വീട്ടിൽ വന്നു കഴിഞ്ഞ് നിർത്താതെ ഫോൺ കോളുകളാണ്. പറഞ്ഞു ഒരാൾ 6 ലക്ഷം രൂപ വരെ ഈ കാറിന് വിലയിട്ടു. കാരണം ഈ കാർ കിട്ടാനില്ലാത്തതാണ്, അതുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തരണം എന്ന് പറഞ്ഞ് 6 ലക്ഷം രൂപ വരെ ഈ കാറിന് വിലയിട്ടു. ഇവൻ വലിയ സന്തോഷത്തോട് ഉറക്കെ അച്ഛനോട് വിളിച്ചു പറഞ്ഞു, അച്ഛാ, 6 ലക്ഷം രൂപ ഈ കാറിന് തരാമെന്ന് ഒരാൾ പറയുന്നു, എന്താണാവും? അച്ഛൻ അവന്റെ അടുക്കലേക്ക് ചെന്ന് അവന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, മോനെ, ഇത് ഞാൻ നിനക്ക് നൽകിയിരിക്കുന്ന ഒരു ജീവിത പാഠമാണ്. പഠിച്ച് നീ നിരത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാണ്. നമ്മളുടെ വില നമ്മളാണ് നിശ്ചയിക്കുന്നത്. നമ്മളുടെ കണ്ണാണ് നമ്മളെ വിലയിടേണ്ടത്. മറ്റുള്ളവർ വിലയിടാൻ വേണ്ടി നമ്മൾ നോക്കി നിൽക്കരുത്. നാം നമുക്കായി ഒരു വില കരുതി വെക്കണം. നമുക്ക് വില നൽകാത്തവരുടെ മുൻപിൽ വെറുതെ നിന്ന് സമയം പാഴാക്കി കളയുകയും ചെയ്യരുത്. അതിന്റെ പേരാണ് സെൽഫ് റെസ്പെക്ട്. അതുകൊണ്ട് നമ്മളുടെ വില അറിയാത്തവരുടെ മുൻപിൽ സ്വയം താഴ്ന്നു കൊടുക്കാതെ നാം നമ്മെ തന്നെ സ്നേഹിക്കാൻ, നമ്മെ തന്നെ അംഗീകരിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.